അസ്സലാമു അലൈക്കും. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. 3 പേർ ഒരു യുവാവിനെ ഖലീഫയുടെ മുന്നിൽ ഹാജരാക്കി. ഇയാൾ ഞങ്ങളുടെ പിതാവിനെ കൊന്നിരിക്കുന്നു, അവർ പരാതി ബോധിപ്പിച്ചു. ഖലീഫ ആ യുവാവിനെ നോക്കി. നീതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഖലീഫയാണ്. അയാൾ കുറ്റമേറ്റു പറഞ്ഞു, ഞാൻ കൊന്നിരിക്കുന്നു, പക്ഷേ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അബദ്ധത്തിൽ സംഭവിച്ചതാണ്. കേസ് വിചാരണക്കെത്തി. കൊലപാതകത്തിന് വധശിക്ഷയാണ് നിയമം. പക്ഷേ കൊല്ലപ്പെട്ടയാളുടെ വേണ്ടപ്പെട്ടവർ മാപ്പ് നൽകിയാൽ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം. എന്നാൽ കൊല്ലപ്പെട്ടയാളുടെ മക്കൾ മാപ്പ് നൽകാൻ തയ്യാറായില്ല. അങ്ങനെ വധശിക്ഷയ്ക്ക് തീരുമാനമായി. ഭയന്നു നിൽക്കുന്ന പ്രതിയോട് ഖലീഫ ചോദിച്ചു, നിങ്ങൾക്ക് അവസാനമായി എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? എനിക്ക് വീട് വരെ പോയി വീട്ടുകാരോട് വിട പറയാൻ 3 ദിവസത്തെ സമയം തരണം. അയാൾ പറഞ്ഞു, പക്ഷേ പ്രതിക്ക് മദീന വിട്ടുപോകണമെങ്കിൽ മദീനക്കാരായ ആരെങ്കിലും ഒരാൾ ജാമ്യം നിൽക്കണം. പ്രതി മടങ്ങി വന്നില്ലെങ്കിൽ ജാമ്യക്കാരൻ വധശിക്ഷ നേരിടേണ്ടി വരും. ആരും ജാമ്യം നിൽക്കാൻ തയ്യാറായില്ല. അപരിചിതനായ ഒരാൾക്ക് വേണ്ടി സ്വന്തം ജീവൻ അപകടത്തിലാക്കാൻ ആരാണ് തയ്യാറാവുക? അയാൾ നിരാശയോടെ ചുറ്റും നോക്കി. അന്നേരം പ്രായമായ ഒരാൾ ഖലീഫയുടെ കോടതിയിൽ എഴുന്നേറ്റ് നിന്നു. ഞാൻ ജാമ്യം നിൽക്കാം, അയാൾ പറഞ്ഞു. ജാമ്യക്കാരനെ കണ്ട് ഖലീഫ ഞെട്ടി. അബൂദർ, താങ്കളോ? ഈ അപരിചിതനായ മനുഷ്യന് വേണ്ടി മഹാനായ അങ്ങ് ജാമ്യം നിൽക്കുകയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തമ അനുയായികളിൽ ജീവിച്ചിരിപ്പുള്ള പ്രായം കൂടിയ ഒരാളാണ് അബൂദർ റളിയല്ലാഹു അൻഹു. അതേ ഖലീഫ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കാം. പ്രതി മടങ്ങി വന്നില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഖലീഫ അബൂദറിന് മുന്നറിയിപ്പ് നൽകി. അതറിയാം, അതറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ജാമ്യം നിൽക്കുന്നു. അബൂദറിൻ്റെ ജാമ്യത്തിൽ പ്രതി നാട്ടിലേക്ക് പോയി. 3 ദിവസം കഴിഞ്ഞു. എല്ലാവരും ആദിയിലായി. നിശ്ചയിക്കപ്പെട്ട അവധിയെത്തിയിട്ടും പ്രതി മടങ്ങി വന്നില്ല. കോടതി കൂടി നിന്നവരുടെ ഹൃദയമിടിപ്പേറി. ഒടുക്കം അബൂദറിനെ തൂക്കിലേറ്റാൻ തീരുമാനമായി. ചുറ്റും ഭീകരമായ നിശബ്ദത. അബൂദർ കഴുമരത്തിലേക്ക് നടന്നു പോവുകയാണ്. കൂടി നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഖലീഫയും പതറിപ്പോയി. പ്രവാചകരുടെ അരുമശിഷ്യനെയാണ് വധിക്കാൻ പോകുന്നത്. ഹൃദയങ്ങൾ പടപടാ മിടിച്ചു. എങ്ങും ദുഃഖം കളം തട്ടി. പക്ഷേ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. പെട്ടെന്നാണ് ദൂരെ നിന്നും ഒരാൾ ഓടിക്കിതച്ച് വരുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതയാൾ തന്നെ. ഒടുക്കം പ്രതി മടങ്ങിയെത്തിയിരിക്കുന്നു. എല്ലാവരും സ്തബ്ധരായി. എന്തുകൊണ്ടാണ് നിങ്ങൾ വൈകിയത്? ഓടിക്കിതച്ചു വന്ന പ്രതിയോട് ഖലീഫ ചോദിച്ചു. എൻ്റെ കുഞ്ഞിന് അസുഖമായിരുന്നു. അവൻ്റെ അടുത്തിരുന്നിട്ട് എനിക്ക് കൊതി തീർന്നില്ല. കുറച്ചു സമയം കൂടി അവനെ തലോടി അവൻ്റെ അടുത്തിരുന്നു. അതിരിക്കട്ടെ, വരാതിരുന്നാൽ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ മടങ്ങി വന്നത്? ഖലീഫ വീണ്ടും ചോദിച്ചു. ആളുകൾ അയാളിലേക്ക് ചെവി കൂർപ്പിച്ചു. എന്നെ വിശ്വസിച്ച് എനിക്ക് ജാമ്യം നിന്ന ഈ മനുഷ്യനെ വഞ്ചിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അബൂദറിൻ്റെ മുഖത്തേക്ക് നോക്കി അയാൾ പറഞ്ഞു, ഈ അപരിചിതന് വേണ്ടി ജാമ്യം നിൽക്കുമ്പോൾ അയാൾ മടങ്ങി വരുമെന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുണ്ടായിരുന്നത്? അബൂദറിലേക്ക് തിരിഞ്ഞ് ഖലീഫ ചോദിച്ചു. ഞാൻ ജീവിച്ചിരിക്കെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിശ്വസിക്കാത്ത ഒരവസ്ഥയുണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. മുമ്പൊരിക്കലും തമ്മിൽ കണ്ടിട്ടില്ലാത്ത 2 പേരുടെ പരസ്പര വിശ്വാസവും മാനുഷികതയും കൂടി നിന്നവരുടെ എല്ലാം ഹൃദയം തൊട്ടു. ഞങ്ങൾക്കും ഒരു കാര്യം പറയാനുണ്ട്. ആൾക്കൂട്ടത്തിൽ നിന്ന് വേറൊരു ശബ്ദമുയർന്നു. എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു. കൊല്ലപ്പെട്ടയാളുടെ മക്കളിലൊരാളായിരുന്നു അത്. ശിക്ഷ നടപ്പാക്കുന്നത് കാണാൻ അവരും കോടതിയിലെത്തിയിരുന്നു. പ്രതിക്ക് ഞങ്ങൾ മാപ്പ് നൽകിയിരിക്കുന്നു, അവർ വിളിച്ചു പറഞ്ഞു. സദസ്സാകെ സ്തബ്ധമായി. ഇപ്പോഴെന്താണൊരു മനംമാറ്റം? ഖലീഫ ചോദിച്ചു. അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരും ആരെയും വിശ്വസിക്കാത്തവരായി ഉണ്ടാവരുതെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. സദസ്സിൽ സന്തോഷ കണ്ണീർ നിറഞ്ഞു. ഖലീഫ വിതുമ്പിക്കൊണ്ട് അവരെ ആലിംഗനം ചെയ്തു.